ഇന്ന് നമുക്ക് ഈ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ രുചിയിൽ വളരെ സിമ്പിളായിട്ട് ചിക്കൻ കട്ട്ലേറ്റ് ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിനായിട്ടൊരു പാൻ വെച്ച് ചൂടായി കഴിയുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് ഒരു 3 വെളുത്തുള്ളി ചോപ്പ് ചെയ്തതും, ഒരു കഷ്ണം ഇഞ്ചി ചോപ്പ് ചെയ്തതും, 2 പച്ചമുളക് ചോപ്പ് ചെയ്തതും, കറിവേപ്പില ചോപ്പ് ചെയ്തതും, 2 സവാള ചോപ്പ് ചെയ്തതും ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി ഇതൊന്ന് ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും, 1 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ ഒരു കപ്പ് എടുത്തിട്ട് അത് കുരുമുളക് പൊടിയും ഉപ്പും ചേർത്ത് വേവിച്ചതാണ്. എന്നിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് മിക്സാക്കി കൊടുക്കുക. അതുപോലെ തന്നെ 2 ഉരുളൻകിഴങ്ങ് പുഴുങ്ങി എടുത്തിട്ട് അതും ഉടച്ചെടുത്തതാണ്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കി എടുത്ത് ഇത് നമുക്ക് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി മറ്റൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇനി ഇതുപോലെ ചൂടാറിയ മിക്സ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പാക്കി എടുത്ത് മുട്ടയിലൊന്ന് മിക്സാക്കി എടുക്കുക. എന്നിട്ട് ബ്രെഡ് ക്രബ്സിലൊന്ന് മുക്കിയ ശേഷം നമുക്കിത് തിളച്ച വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഇങ്ങനെ ഓരോന്നായിട്ട് നമുക്കിതുപോലെ ഷേപ്പ് ചെയ്തെടുത്തിട്ട് ഇതുപോലെ ചെയ്ത് വെളിച്ചെണ്ണയ്ക്ക് ഇട്ട് കൊടുക്കാം. ഒരു സൈഡായി കഴിയുമ്പോൾ മറിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ എല്ലാം നമുക്കിതുപോലെ തന്നെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഇത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ആക്കിയെടുക്കാം കേട്ടോ. റൗണ്ട് തന്നെ വേണമെന്നില്ല, നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ ഇതാക്കിയെടുക്കാം. ഇത് പെട്ടെന്ന് അങ്ങനെ ഒരു ഷേപ്പായി കിട്ടുമോ പൊട്ടിപ്പോവോ എന്നുള്ള പേടിയൊന്നും വേണ്ട, കറക്റ്റായിട്ട് കിട്ടും. അങ്ങനെ നമ്മുടെ ചിക്കൻ കട്ട്ലേറ്റെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇത് സോസ് കൂട്ടിയിട്ട് കഴിക്കാം, നല്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഈ കടയിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കുന്നതിനേക്കാളും നമുക്ക് വീട്ടിൽ നല്ല ഫ്രഷായിട്ട് നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ.